Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ തമിഴിലും ആളുകൾ കണ്ട പോലെ തന്നെ നമുക്ക് സാംസങ്ങിന്റെ ഫോണിന്റെ പിക്സലിന്റെ അതുപോലെ തന്നെ ഐഫോൺസിന്റെ ഒക്കെ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് വാറണ്ടി ചെക്ക് ചെയ്യാം, എങ്ങനെ ആക്ടിവേഷൻ ഡേറ്റ് ചെക്ക് ചെയ്യാന്നൊക്കെയാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം റീസെന്റ് നമുക്ക് ആമസോണിനും ഫ്ലിപ്കാർട്ടിനൊക്കെ ഫോണുകൾ പ്രത്യേകിച്ച് സാംസങ് പിക്സൽ ഐഫോൺസ് ഒക്കെ ഭയങ്കര ഡീൽസിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ S23 അൾട്രാ 75,000 രൂപയ്ക്ക് ആമസോണിൽ കിട്ടുന്നുണ്ട്, S23 46,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, iPhone 15 നമുക്ക് 50 രൂപ 52 55,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് മാക്സിമം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ പേര് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീസെന്റ് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഈ ന്യൂസും സംഭവങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടായിരിക്കും നമ്മുടെ ട്വിറ്ററിൽ നമ്മുടെ ഈ റീസെന്റ് നടന്ന ഫ്ലിപ്കാർട്ട് സെയിൽസിൽ 30% ആൾക്കാർ അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ട് സെല് ചെയ്ത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത ഫോണാണ്. എന്ന് വെച്ചാൽ അവർ വാങ്ങിച്ച ഫോണിന് വാറണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി 2 മാസം മുമ്പ് 1 മാസം മുമ്പൊക്കെ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത ഫോണൊക്കെ വന്നേക്കുന്നത്. അത് ആക്ച്വലി ഇംഗ്ലീഷ് മീഡിയയിൽ നമ്മുടെ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഫാൻസ് ഒക്കെ ആണെങ്കിൽ പറയണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ച് നോക്കുമ്പോൾ ഇത് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ അതും ഇങ്ങനത്തെ ബെറ്റർ ഡീൽ. അപ്പോൾ ഞാൻ റീസെന്റ് തന്നെ S23 അൾട്രാ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒറിജിനലാണോ കിട്ടുന്നത്, അതേപോലെ തന്നെ അത് പുതിയതാണോ, അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നമ്മുടെ 3ാമത്തെ ചാനൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് ആക്ച്വലി ഞാൻ വന്നപ്പോൾ നമ്മുടെ ആ അൺബോക്സിംഗ് വീഡിയോയിലാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സിൽ ഒക്ടോബർ 2024 മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റാണ് ഈ സാധനം. അപ്പോൾ ഞാനത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സാംസങ് സപ്പോർട്ടിൽ വിളിച്ചു നോക്കി. അതുപോലെ തന്നെ ഇവർക്ക് ആക്ച്വലി ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. സാംസങ് വാറണ്ടി ചെക്ക് എന്ന് വെച്ചാൽ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കൊടുത്താൽ മതിയിട്ടാണ്. അതിൽ നിങ്ങൾക്ക് സാംസങ് സപ്പോർട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കിട്ടും. ഇതിൽ ജസ്റ്റ് കയറുക. ഞാൻ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. എന്താ വെച്ചാൽ ഇതിൽ എൻ്റെ ഡീറ്റെയിൽസും സംഭവമൊക്കെ വരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കാണാം രജിസ്റ്റർ യുവർ പ്രൊഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഫോൺ ഓൾറെഡി സാംസങ്ങിൻ്റെ അക്കൗണ്ടിൽ കയറിയിരിക്കുമല്ലോ, എന്ന് വെച്ചാൽ സാംസങ് അക്കൗണ്ടിൽ രജിസ്റ്റർഡ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് സൈൻ ഇൻ കൊടുത്താൽ മതി. നിങ്ങളുടെ ഫോണിൽ ത്രൂ തന്നെ നമുക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടോ, സൈൻ ഇൻ വിത്ത് ഗാലക്സി ഡിവൈസ്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള സാംസങ് അക്കൗണ്ട് അവിടെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ എൻ്റെ കുറേ ഡിവൈസുകൾ സംഭവം EMI നമ്പർ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫോൺ രജിസ്റ്റർ ചെയ്യാം. ഇങ്ങനൊരു ഇത് വരും. ഈ രജിസ്റ്റർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ EMI നമ്പർ എടുക്കാൻ പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോണിറ്റർ കാണാം, എന്താ പറയുക ലാപ്ടോപ്പ് അല്ല സോറി എന്താ പറയുക TV കാണാം, അതുപോലെ തന്നെ ടാബ്ലറ്റ് കാണാം, എൻ്റെ S23യുടെ ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ ഞാനിത് റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കാണാം. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വാറണ്ടി ഇൻഫർമേഷൻ ഞാൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ കാണിക്കുന്നുണ്ട്. ഞാൻ 19-ാം തീയതിയാണ് വാങ്ങിച്ചത്, 19/10/2024. അപ്പോൾ എനിക്ക് ആദ്യം ബ്രൈറ്റ്നസ് കൂടിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും 19/10/2025 12 മാസത്തെ വാറണ്ടി എനിക്ക് ഇവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ആമസോണിൽ എടുത്ത് കാണിച്ചാൽ എനിക്ക് ആക്ച്വലി ഞാൻ ഫോൺ ഓർഡർ ചെയ്ത് കിട്ടിയത് എനിക്ക് 19-ാം തീയതിയാണ്. എനിക്ക് കൺഫർമേഷൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി കുറേ പേര് ഈ സാംസങ്ങിൻ്റെ ഡിവൈസ് വില കുറവുള്ള കാരണം ദുബായിൽ നിന്ന് സംഭവം എന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മുടെ സാംസങ്ങിന് നമ്മുടെ ആപ്പിളിൻ്റെ പോലെ ഗ്ലോബൽ വാറണ്ടി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടിയിൽ ചേഞ്ചസ് വരും. അപ്പോൾ അങ്ങനെ നോക്കണവർ ഇത് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അത് ഇന്ത്യയിൽ വാറണ്ടി കിട്ടില്ല, ദുബായിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദുബായിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്താൽ ചിലപ്പോൾ ഡിഫറൻസ് കാണിക്കാം. എന്ന് വെച്ചാൽ ഒന്നാമത് വാറണ്ടി ഇൻവാലിഡ് ആണ് ഇവിടെ. അപ്പോൾ അതാണ് എൻ്റെ സാംസങ്ങിൻ്റെ ആമസോൺ അപ്ലിക്കേഷൻ സ്ക്രീൻ ബ്രൈറ്റ്നസ് കൂടി. ആമസോണിൻ്റെ സെയിൽ അവിടെ ഇതിലുണ്ടോ 19-ാം തീയതി കണ്ടോ, ഡെലിവറി കാണിക്കുന്നുണ്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ടും എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സാംസങ് സപ്പോർട്ടിൽ വിളിച്ചിട്ട് വാറണ്ടി ഇൻഫർമേഷൻ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി. അവർക്ക് ആക്ച്വലി സെപ്പറേറ്റ് വേറെ ടീമുണ്ട് ഇതിന്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും ചോദിക്കാം, ആക്ടിവേഷൻ ഡേറ്റ് ഒക്കെ ചോദിക്കാം, എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ചിലപ്പോൾ ഒരു പ്രൂഫും സംഭവമൊക്കെ തരാൻ പറയും, ഇൻവോയ്സും സംഭവമൊക്കെ തരാൻ ചോദിക്കിട്ടാ. എന്ന് വെച്ചാൽ അല്ലാണ്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് സംഭവമൊന്നും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ആപ്പിളിനായാലും ഇതുപോലെ വെബ്സൈറ്റ് ഉണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ പിക്സലിനായാലും അങ്ങനെ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. IMEI നമ്പർ കോപ്പി ചെയ്ത് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇത് ഞാൻ ആക്ച്വലി 3ാമത്തെ ചാനലിൽ 2-3 ദിവസം മുമ്പ് തന്നെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറേ പേര് നമുക്ക് കമൻറ്റ് സംഭവമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിതുപോലെ 1 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ കാണിക്കുന്നത് എന്താ ചെയ്യണമെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് S23 പിക്സൽ 8 അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ പിക്സൽ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതും ഒന്ന് എന്താ പറയുക നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. എന്തായാലും സാധനം ഡെലിവർ ആവുമെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, വേറെ കാര്യം. പക്ഷേ ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ EMI നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നോക്കാൻ പറ്റും കേട്ടോ, വേറെ കാര്യം. അപ്പോൾ
ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആമസോൺ തന്നെയാണ്. പക്ഷേ ആമസോൺ ഫുള്ളി എന്താ പറയുക സൂപ്പറാണെന്നല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൻ സൂപ്പറാന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ അതിന് ഒന്നാമത്തെ റീസൺ കസ്റ്റമർ സപ്പോർട്ട് സൂപ്പറാണ്. വേഗം കിട്ടും, നമുക്ക് ചാറ്റ് സപ്പോർട്ട് അടക്കം കിട്ടും. ഫ്ലിപ്കാർട്ടിന് അങ്ങനെ ഒരു സാധനം പേര് പോലും ഇല്ല. വല്ല ഈ നമുക്ക് മലയാളത്തിൽ സപ്പോർട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ടായിരിക്കും. അതൊക്കെ ഇവിടുത്തെ നമ്മുടെ കൊച്ചിയിലുള്ള ഏതോ ലോക്കൽ കോൾ സെൻ്ററാണ്. അവർക്കൊരു 10 പൈസ വരില്ല ഇതിനെ കുറിച്ച്, ഇവർ ഏജൻസിക്ക് കൊടുത്തേക്കുക. അപ്പോൾ ഒന്നാമത് അതൊരു വേസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ ആമസോണിനെ പോലെ ഡയറക്റ്റ് അവർക്ക് നടത്തുന്ന കോൾ സെൻറ്റർ ആക്ച്വലി ഫ്ലിപ്കാർട്ടിന് ഇല്ല. അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. പിന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടൂല, വേറെ കാര്യം. അവരിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. ഒരു സ്ഥിരം പരിപാടിയാണല്ലോ ഫ്ലിപ്കാർട്ടിൻ്റെ. ആ 7 ദിവസത്തെ ഡേറ്റ് റീപ്ലേസ്മെൻറ്റ് ഡേറ്റ് നീട്ടിക്കൊണ്ടുവന്നാൽ ഇപ്പോൾ അത് ബ്രാൻഡ് റീപ്ലേസ്മെൻറ്റാണ്. പ്രത്യേകിച്ച് ഫോണും സംഭവങ്ങളൊക്കെ ബ്രാൻഡ് റീപ്ലേസ്മെന്റ്. എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് റീസെന്റ് കുറച്ച് അധികമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയാനുള്ളത്. എനിക്ക് ഫ്ലിപ്കാർട്ടായിട്ട് വലിയ എന്താ പറയുക, ഫ്ലിപ്കാർട്ട് എനിക്ക് എന്താ പറയുക, അല്ലെങ്കിൽ ആമസോൺ എനിക്ക് കാശ് തരുന്നൊന്നുമില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് പറയാം. അത് ആമസോൺ എവിടെ കൊടുക്കുന്നു, ഫ്ലിപ്കാർട്ട് എവിടെ കൊടുക്കുന്നു. അപ്പോൾ രണ്ട് റേഞ്ചിൽ കിടക്കുന്ന സാധനങ്ങളാണ്. പറയുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ഏതൊരു ചൈനീസ് ബ്രാൻഡ് എടുത്തിടുന്നുണ്ട്, ഷെയറൊക്കെ എന്തോ 5-8 ഇടുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് കസ്റ്റമറിന് ഇതുപോലെ ഉടായ്പ കാണിക്കലും സർവീസ് കൊടുക്കാണ്ടിരിക്കലും കസ്റ്റമർ കെയർ സപ്പോർട്ട് കൊടുക്കാണ്ടിരിക്കലൊക്കെ എനിക്ക് ആക്ച്വലി 2-3 വട്ടം ഇതുപോലെ റീസെന്റ് തന്നെ സാംസങ് ഗാലക്സി വാച്ച് വാങ്ങിച്ചിട്ട് എനിക്ക് പണി കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. എനിക്ക് ഫ്ലിപ്കാർട്ട് ഒരു എന്താ പറയുക ഫ്ലിപ്കാർട്ടിനെ അടിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പറയണമെന്ന് ഒരു ഇതുമില്ല. എൻ്റെ ഫ്ലിപ്കാർട്ട് എനിക്കൊരു ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഈ ഫ്ലിപ്കാർട്ട് ഫാനുകൾ ചിലപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ഇത് കുറേ പേർക്ക് ഫ്ലിപ്കാർട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതെനിക്ക് മെജോറിറ്റി കൂടുതൽ എന്തായാലും അതിൻ്റെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. എത്ര ഫാൻ ബോയ്സ് വന്നാലും അതിന് സപ്പോർട്ട് കൂടുതൽ. ഒന്നാമത് കമൻറ്റ് നോക്കിയാൽ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് നോക്കിയാൽ തന്നെ അതിന് പ്രൂഫ് കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. നിങ്ങളുടെ ഹാർഡ് ഏൺ മണിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒറിജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് എന്ന് വെച്ചാൽ ഇത് 1 മാസം മുമ്പ് 2 മാസം മുമ്പ് ആക്ടിവേറ്റഡ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി 2 മാസത്തെ വാറണ്ടി പോയി. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആണ്. നിങ്ങളുടെ കാശ് കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് പുതിയ സാധനം കിട്ടുന്നത് തന്നെ നമ്മുടെ അതിൻ്റെ റൈറ്റ് ആണ്. അത് നമുക്ക് എന്ത് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ എവിടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. ഇതുപോലെ എന്ന് വെച്ചാൽ ഈ ഡീൽസും പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ട് ഇതുപോലെ ഒന്നാമത് ഫ്ലിപ്കാർട്ടിലാണല്ലോ ഡീൽസും പ്രൊഡക്ട്സ് ഒക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയും അവിടെ നിന്നാണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ പറയണം. പ്രത്യേകിച്ച് പോരാത്തിന് പിന്നെ കസ്റ്റമർ കെയർ സപ്പോർട്ടും ഇല്ല. വന്നു കഴിഞ്ഞാൽ പെട്ടു. പോരാത്തിന് ഔട്ട് ഓഫ് ബോക്സ് എന്താ പറയുക ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. അതായത് നമ്മൾ ഈ ഇതൊക്കെ തുറന്ന് നോക്കിയിട്ട് സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയും നമ്മളിതൊക്കെ നോക്കിയിട്ടാണ് OTP കൊടുത്തേക്കുന്നത്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അവർക്കൊരു അനുഗ്രഹം പോലെ ഇപ്പോൾ ഒന്നും കൂടി അവർക്ക് ഒരു സൂപ്പർ പരിപാടി ആയിട്ടുള്ളത്. ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ അത് കുറച്ചുകൂടി അതുകൊണ്ട് പണിയും കുറേ പേർക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ പറയാൻ കാരണം കേട്ടോ. എനിക്ക് നമ്മുടെ ഗാലക്സി വാച്ച് വാങ്ങിച്ചപ്പോൾ അങ്ങനെയാണ് പണി കിട്ടിയത്. സാധനം 2 കൊല്ലം പഴയ പ്രൊഡക്റ്റ് ആയിരുന്നു. അതിന് മാനുഫാക്ചറിംഗ് ഡേറ്റൊക്കെ ഞാൻ അതിന് ശേഷം നോക്കിയത്. സാധനം നോക്കിയപ്പോൾ ഒറിജിനൽ ബോക്സൊക്കെ തുറന്ന് നോക്കി സാധനം ഓണാവുന്നില്ല, അതിൽ ചാർജ് ഉണ്ടാവില്ല വിചാരിച്ചു. നോക്കിയപ്പോൾ 2-3 കൊല്ലം പഴയ സ്റ്റോക്കാണ്. ഇത് ചാർജ് ആവുന്നില്ല. അപ്പോൾ അത് നമ്മൾ OTP കൊടുത്തിട്ടാണ് പിന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അത് കാരണം ഇവന്മാരാണ് അത് വിളിച്ചവന്മാരെ കിട്ടില്ല. കിട്ടി കുറേ പണി കിട്ടാണ് കിട്ടിയത്. അത് കഴിച്ചാൽ പറയുന്നത് നിങ്ങൾ ഓപ്പൺ ബോക്സ് ഡെലിവറി നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ ഒന്നാമത് അതിന് ബ്രാൻഡ് റീപ്ലേസ്മെൻറ്റാണ്. പിന്നെ സാംസങ് ആണെങ്കിൽ ആക്ച്വലി റീപ്ലേസ് തന്നത് നമുക്ക് സർവീസ് സെൻ്ററിൽ പോയിട്ട് അതും പൊരിഞ്ഞ് തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ഇതിന് പിന്നെ നടക്കേണ്ടി വരും. പിന്നെ അതൊക്കെയാണ് പിന്നെ പുലിവാല് കിട്ടുക. അതാണ് മെയിൻ പരിപാടി. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസേ ഫുള്ള് പോയി. പുതിയ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് സംഭവമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്തൊന്നും പറയാൻ മാത്രം നമ്മൾ വീഡിയോ എടുത്തൊന്നും മാത്രമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് എന്നാണ്. അടുത്ത വീഡിയോയിലാണ്. ബൈ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ വേണ്ടിയിട്ടാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിലാണ്.